ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 103-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 959-ാമത്തെ നാമം മുതൽ 966-ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ്. പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവനക തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുർജരാധിക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ പ്രമാണം, പ്രാണനിലയ, പ്രാണഭൃത്, പ്രാണജീവന, തത്വം, തത്വവിദ്, ഏകാത്മാ, ജന്മ മൃത്യു ജരാ സ്ഥിത. അപ്പോൾ 8 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഇതിൽ ആദ്യത്തെ നാമമാണ് പ്രമാണം. പ്രമാണം എന്നാൽ ഭഗവാൻ സാക്ഷാൽ എല്ലാ വിധത്തിലുള്ള വേദത്തിൻ്റെയും പൊരുളായി ഭവിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രമാണം എന്നാൽ ഭഗവാന് തന്നെ ഒരു അടിസ്ഥാനമായിട്ടുള്ളത് ആ വേദങ്ങളാണ്. വേദങ്ങൾ ആരാണോ പഠിക്കുന്നത് അവർക്ക് ഭഗവാൻ എന്ന ആ പ്രജ്ഞാനത്തെ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ആ ഭഗവാൻ എന്ന് പറയുന്ന ആ ശക്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരുവാനും സാധിക്കുന്നു. അപ്പോൾ അത്രയും വേദങ്ങൾക്ക് ഒരു സ്ഥാനമായി നിൽക്കുന്ന ഭഗവാന് പ്രമാണം എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രാണനിലയ എന്നാണ്. അതായത് സാക്ഷാൽ ഭഗവാനാണ് എല്ലാ പ്രാണങ്ങളെയും, അതായത് ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ഓരോ സൃഷ്ടിയിലും ആ ഒരു പ്രാണനെ ഭവിച്ചിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതിനാൽ ഓരോ പ്രാണനും കൊടുക്കുവാൻ അധികാരമുള്ള ഭഗവാന് പ്രാണനിലയ എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രാണഭൃത് എന്നാണ്. അതായത് ഓരോ പ്രാണനുള്ള ആ സൃഷ്ടിയെയും ഭഗവാനാണ് നയിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ ഭഗവാനാണ് ആ പ്രാണന് കഴിക്കുവാനുള്ള ആഹാരം, അത് പൂർണ്ണമായി ദഹിക്കുവാനുള്ള ആ ഒരു ശക്തി, അതിനുശേഷം ആ കഴിച്ച ആഹാരത്തിൽ നിന്നും ഒരു ഓജസ്സും തേജസ്സും ആ ശരീരത്തിന് കൊടുക്കുന്നു. അതുപോലെ ആ ആഹാരത്തിനനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുന്നു. അതുപോലെ ധനധാന്യ കനികളെയും ഭഗവാൻ കൊടുക്കുന്നു. അതുപോലെ ഓരോരോ സ്ഥാനത്ത് നിന്നും ആ ഒരു ബാല്യത്തിൽ നിന്നും കൗമാരത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴുള്ള ഓരോരോ വഴിയിലും ഭഗവാൻ നയിച്ചുകൊണ്ട് ആ ഒരു സൃഷ്ടിയെ എങ്ങനെ തന്നിലേക്ക് ലയിക്കുവാനുള്ള ആ മുക്തിയെ കൊടുക്കുന്നതും സാക്ഷാൽ ഭഗവാനാണ്. അങ്ങനെ ഓരോരോ പ്രവൃത്തി ചെയ്യുവാൻ ഭഗവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് മുക്തി കൊടുക്കുന്നതിനാൽ ഭഗവാന് പ്രാണഭൃത് എന്ന നാമധേയം. അടുത്ത നാമധേയം പ്രാണജീവന എന്നാണ്. അതായത് ഭഗവാനാണ് സാക്ഷാൽ ജനന മരണത്തിലുള്ള ഓരോ പ്രക്രിയയും അതേ രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത്. അതായത് ആരെപ്പോൾ ജനിക്കണം, ഏത് വയസ്സിൽ മരിക്കണം, എങ്ങനെ മരിക്കണം, അതുപോലെ അവർക്ക് മുക്തി ലഭിക്കണമോ, ഇല്ലാതെ വേറൊരു ജന്മമുണ്ടോ, അങ്ങനെ ഓരോരോ സൃഷ്ടിയിലും ഭഗവാൻ വളരെയേറെ കാര്യഗൗരവത്തോടെ നോക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും തന്നിൽ ലയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോക്ഷത്തെ കൊടുക്കുവാനായിട്ടുള്ള ജ്ഞാനത്തെ പ്രദാനം ചെയ്യുവാനും ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നതിനാൽ ഭഗവാന് പ്രാണജീവന എന്ന നാമധേയം. അടുത്ത നാമധേയം തത്വം എന്നാണ്. അതായത് പൂർണ്ണമായ സത്യത്തെ കുറിക്കുന്നതാണ് തത്വം. ആ ഒരു സാരത്തെ മനസ്സിലാക്കുന്ന ആരായാലും അവർക്ക് ആ ഒരു ഭഗവാൻ നാരായണനെ കുറിച്ച് പൂർണ്ണമായി ബോധ്യമുണ്ടാകും. അതിനാൽ ഭഗവാന് തത്വം എന്ന നാമധേയം. അടുത്ത നാമധേയം തത്വവിത്ത് എന്നാണ്. അതായത് സത്യമാകുന്ന ആ ഒരു ജീവിതത്തിൻ്റെ ഓരോരോ കാലഘട്ടത്തിലുള്ള ആ ഒരു സൃഷ്ടിക്ക് മനസ്സിൽ
എങ്ങനെയാണോ ഭഗവാൻ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയുള്ള ജ്ഞാനത്തെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൂടെയും ഭഗവാൻ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് ആരൊക്കെയാണോ പഠിക്കുന്നത് അവരുടെ മനസ്സിൽ പൂർണ്ണമായും ഭഗവാന്റെ അനുഗ്രഹം ഇരിക്കുകയും അതിനുശേഷം അവർക്ക് ആ ജനന മരണ ചക്രത്തിൽ നിന്നും വിമോചനം ലഭിച്ച് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. ആ ഒരു തത്വത്തെ നമുക്ക് ആ ഒരു വിത്ത് നമുക്ക് തന്നിരിക്കുന്നതിനാൽ ഭഗവാന് തത്വവിത്ത് എന്ന നാമധേയം. അടുത്ത നാമധേയം ഏകാത്മാ എന്നാണ്. ഏകം എന്നാൽ ഒന്ന്, ആത്മാ എന്നാൽ നമ്മുടെ മനസ്സിലുള്ള സാരം. അപ്പോൾ ഏകാത്മാ എന്നാൽ അദ്വൈത തത്വത്തെ കുറിക്കുന്നു. അതായത് ഭഗവാൻ രണ്ടല്ല, ഒന്നേ ഒന്ന് മാത്രമാണ് എന്നുള്ള പൂർണ്ണ സത്യത്തെ ഈ പ്രപഞ്ചത്തിലേക്ക് കുറിക്കുന്നതിനാൽ ഭഗവാൻ ഏകാത്മാ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ജന്മ മൃത്യു ജര അധിക. ജന്മ എന്നാൽ ഒരു സൃഷ്ടിയെ കുറിക്കുന്നു, മൃത്യു എന്നാൽ മരണത്തെ കുറിക്കുന്നു, ജര എന്നാൽ അവരുടെ ആ ഒരു ബാല്യ കൗമാര വാർദ്ധക്യത്തിലൂടെ അവർക്ക് നൽകുന്ന ഓരോ ജ്ഞാനത്തെ കുറിക്കുന്നു, അധിക എന്നാൽ ആ ഒരു മാറ്റത്തെ കുറിക്കുന്നു. അപ്പോൾ ഭഗവാന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, എന്നാൽ ഭഗവാൻ സൃഷ്ടിക്കുന്ന ഓരോ സൃഷ്ടിക്കും അവർക്ക് ഓരോ കാലത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചിലതൊക്കെ മനസ്സിന് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങളും സൃഷ്ടികൾക്ക് സംഭവിക്കാം. അതിൽ ഒന്നാണ് ജനന മരണ. അതുപോലെ അവർ ഈ ഒരു ശരീരത്തിന് എങ്ങനെയാണോ ഓരോ കേടുപാട് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ മനസ്സിനും മാറ്റങ്ങൾ സംഭവിച്ച് നന്മയിലോട്ടും വരാം. അതുപോലെ തന്നെ തിരിച്ച് മായയുടെ അധീനതയിൽപ്പെട്ട് തിന്മകളിലേക്ക് പോവുകയും ചെയ്യാം. എന്നാൽ ഒരു മാറ്റവും സംഭവിക്കാതെ എപ്പോഴും ഒരുപോലെ ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ഈ ഒരു പ്രപഞ്ചത്തിൽ എനിക്ക് ജനന മരണമില്ലെങ്കിൽ പോലും ഞാൻ ഇതാ സൃഷ്ടിക്കുന്ന ഓരോ വസ്തുവും ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ നിലയിലേക്ക് മാറിക്കൊണ്ട് ഇരിക്കുന്നു. അതൊക്കെ ഞാൻ ഓരോ യുഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് ജന്മ മൃത്യു ജര അധിക എന്ന് പറയുന്നത് അതൊക്കെ തരണം ചെയ്യുന്ന ഒരു സ്ഥാനത്താണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ പ്രമാണം, പ്രാണനിലയ, പ്രാണഭൃത്, പ്രാണജീവന, തത്വം, തത്വവിത്, ഏകാത്മ, ജന്മ മൃത്യു ജര അധിക എന്നിങ്ങനെയുള്ള 8 നാമങ്ങളാണ്. പ്രമാണം, പ്രാണനിലയ, പ്രാണഭൃത്, പ്രാണജീവനക, തത്വം, തത്വവിത്, ഏകാത്മ, ജന്മ മൃത്യുജര അധിക. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.